അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ന് കേരളത്തിൽ ഹർത്താൽ. ഹലോ, ഹർത്താലായിട്ട് എന്താ പരിപാടി? എങ്ങനാ, വല്ല രക്ഷയുണ്ടാ? ഞാനൊരു 9:15 കളിത്തട്ടൽ വരാം. കറക്റ്റ് 9:15 വരണം. ഓക്കെ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം 17 പൗർണമി കാണും അഴകെല്ലാം ഉള്ളൊരു പൂവിന് അറിയാതെ എന്തേ എന്തേ മയക്കം ചെറുമീനുക്കം പുതുമയക്കം. എന്തോ എടുക്കാൻ മറന്നല്ല. എന്തായിരുന്നു ആ മൊബൈല്? വേറെ ഉണ്ടായിരുന്നില്ല. ആ, കിട്ടി. ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിലും പുറത്തിറങ്ങുന്ന സമയത്ത് ഈ സാമാനം കാണാനില്ല. ഒടുക്കത്തെ മാറ്റം. ഈ പണ്ടാര അലക്കാൻ പോലും സമയമില്ല. അലക്കാതെ ചെട്ടിയിട്ടൊന്നും പറഞ്ഞപ്പം ചത്തൊന്നും പോയില്ല. ആ ചെടിക്കൊന്നും നനച്ചിട്ട് പോടാ. പിന്നെ എനിക്കൊന്നും മേല. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഞാനതാ കൃഷിക്കാരനാ. ആകപ്പാട മാസത്തിൽ 3-4 ഹർത്താലേ കിട്ടത്തുള്ളൂ. വന്നിട്ട് ചെയ്യാം. ഞാൻ കളിത്തട്ടിലേക്ക് പോവാം. നിന്റെ തുണിയെങ്കിലും ഒന്ന് അലക്കിയിട. തുണിയൊക്കെ ഞാൻ ഞായറാഴ്ച അലക്കിക്കോളാം. അല്ല പിന്നെ മനുഷ്യനാണെങ്കിൽ ഒന്നിനും ഒരു സമയം. അപ്പോഴാ അവരുടെ പ്രതീക്ഷ. രാജേ, എങ്ങോട്ടാടാ? അയ്യാ, ഞാൻ നിന്നെ കാണാൻ വരികയായിരുന്നു. എനിക്ക് ആ വണ്ടി ഒന്ന് വേണമായിരുന്നു. എന്താടാ കാര്യം? അമ്മയുടെ അമ്മ ഇന്നോ നാളെ എന്ന് പറഞ്ഞ ഇടയ്ക്ക് എനിക്കന്ന് അമ്മ വീട്ടിൽ പോകാനായിരുന്നു. ഈ മുടിഞ്ഞ ഹർത്താൽ കാരണം ഒരു ഓട്ടക്കാരനെ വിളിച്ചിട്ട് പോലും വരുന്നില്ല. അറിയാ, വേറൊന്നും കൊണ്ടല്ല. നീ വണ്ടി കൊണ്ടുപോയിക്കോ. പക്ഷെ എന്റെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. പകുതിക്ക് ചിലപ്പം കിടന്നു. എന്നെ ഒരുപാട് എടുത്ത് വളർത്തിയതാണ്. എന്നെ കാണാൻ പറ്റില്ല. പിന്നെ ഈ മുടിഞ്ഞ ഹർത്താൽ എന്നാണ് കേരളത്തിൽ നിന്ന് മാറുന്നത്? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറെ രാഷ്ട്രീയക്കാർ. നീ പേടിക്കാതെ. നീ ആ വിനോദിനോട് തിരക്ക്. ചിലപ്പോ അവന്റെ ഈ കാണും. ശരിയല്ലേ? കിടന്ന് കാറാറുതണ്ടി. ഞാൻ ദേ എത്തി. അവന്റെ എത്തിയെന്ന് കൊറേ നേരമായി എത്തി എന്ന് പറയാൻ തുടങ്ങിയിട്ട്. നാരകങ്ങൾ ഇന്നത്തെ ഹർത്താൽ ഒരു സുഖയില്ലല്ലേ? എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഇന്നലെ തൊട്ട് പറയല്ലേ ഞാൻ ലീലാ നായരല്ലാന്ന്. ആശം പിടിക്കാൻ ഇന്നലെ തൊട്ട് ചേച്ചി വിളിച്ചിട്ട് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ലീലാ നായരല്ലേ എന്ന് ചോദിക്കുക. അല്ലാന്ന് പറഞ്ഞ മനുഷ്യൻ മടുത്തു. ചേച്ചിയുടെ ശബ്ദം ആർത്തി വേണ്ട, കിളവിയാ. ഞാൻ ലീലാ നായരല്ല, വിപിൻ ചോരനാണ്. എടാ, ചേച്ചിയുടെ ശബ്ദം പറഞ്ഞില്ലേ കിളവിയാണെന്ന്. വേണ ഒരു നമ്പർ തരാം, വിളിച്ചു നോക്ക്. വളയണ കേസാ. ഹലോ ചേച്ചി. രാവിലെ തന്നെ അമ്മയ്ക്കൊക്കെ നല്ല സുഖമുണ്ടല്ലേ? അപ്പൊ നിനക്കും കിട്ടിയായിരുന്നല്ലേ? അറിയാ, സമയമില്ല. അജണ്ട എങ്ങനെയാന്ന് പറ. അതിന് സുരേഷ് ഇതുവരെ എത്തിയിട്ടില്ല. അവനിതിവിടെ പോയി. പ്രകടനം ഉണ്ടെന്ന് പാർട്ടി സെക്രട്ടറിയെ പിടിച്ചത് പ്രതിഷേധിച്ചേ. അവനൊരു വട്ടം കഴിവ് തന്നെ. പാർട്ടി സെക്രട്ടറി അവന്റെ അച്ഛന്. ബായിരി അവൻ വരുന്നുണ്ട്. അറിയാ, അടിപൊളി പ്രകടനം. ഞങ്ങളുടെ പാർട്ടിയുടെ എല്ലാ അണികളും അണിനിരുന്നു. 3 ബസ്സിന് ഞങ്ങൾ കല്ലെറിഞ്ഞു. വെറുതെ നിന്നതിന്റെ കാരണത്തടിച്ച് നിർത്തിയിട്ടിരുന്ന ഓട്ടോ ചവിട്ടി പൊളിച്ച്. അങ്ങനെ എന്തല്ല. ഇപ്പൊ മനസ്സിലായി കാണും എല്ലാവർക്കും ഞങ്ങളുടെ പാർട്ടിയുടെ ശക്തി. പിന്നില്ലേ, പാർട്ടിയുടെ ശക്തിയല്ല, പാർട്ടിയുടെ വീരില്ലായ്മ എല്ലാവർക്കും മനസ്സിലായി. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിക്ക് വീരില്ലെന്നാ?
പാർട്ടി സെക്രട്ടറി അറസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ നോക്കി നിൽക്കണം. അതിന് പാവപ്പെട്ടവന്റെ കഴുത്തെ കയറിയിട്ട് എന്തിനാ? നിങ്ങൾ നിയമത്തിന്റെ പുറകെ പോയപ്പോരെ? 1946 ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. 1960 ഇന്ത്യ ചൈന യുദ്ധത്തിൽ. നീ എന്തിനാ എന്ത് പറഞ്ഞാൽ ഈ ചരിത്രം പറയുന്നത്? ഹരിശ്രീ നീരജോണ എഴുതാൻ നിനക്കറിയാവോടാ? നിർത്തടാ, കുറെ നേരായി തുടങ്ങിയിട്ട്. പാർട്ടി സെക്രട്ടറി ആരാ? നിന്റെ അച്ഛനാ? എങ്ങാണ്ടൊന്നും ആരാണെന്ന് പറഞ്ഞ് ഉച്ചിഷ്ടമായിട്ട് വരും. ആറ്റുനൂറ്റി കിട്ടിയ ഹർത്താൽ എങ്ങനെ ആഘോഷിക്കാൻ നോക്കുമ്പോഴാ അവന്റെ ഒരു 46 ചൈന. ആറ്റുമണൽ പായയിൽ. ഹലോ, എന്താ സാർ? 100 രൂപ? 100 രൂപ എൻ്റെ കയ്യിലില്ലല്ലോ. ആശുപത്രി പോകാനാണോ? അയ്യോ, സത്യമായിട്ട് എൻ്റെ ഇല്ല. ഓക്കെ, ശരി എന്നാ ചോദിച്ചോട്ടെ. ആരാടാ അത്? ഓ സഹാവ, 100 രൂപ വേണമെന്ന്, ആശുപത്രി പോകാനാണ്. അത് കേട്ടെ, എങ്ങനാ പറ. സാധനമുണ്ട് നമ്മുടെ മിലിറ്ററിക്കാരൻ്റെ അടുത്ത്, പക്ഷെ ഉടുക്കത്തെ റേറ്റാ. അത് എത്ര വേണമെങ്കിലും കൊടുക്കാം, സാധനം കിട്ടുക. അത് ഷുവറായിട്ടും കിട്ടും. ഇതെങ്ങോട്ടാടേ? ഇന്ന് ഹർത്താലല്ലേ, നമ്മുടെ റോഡ് സൈഡൊക്കെ വെട്ടി ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ആ അത് ശരിയാ, വേഗം ചെല്ലി. ഓ, അവന്റെയൊക്കെ ഒരു സാമൂഹ്യ സേവനം. പറഞ്ഞിരിക്കാതെ ഷെയർ ഇടറാ. 50, 100, 150 ഇതാ പിടി. ഇല്ല പേടി. പക്ഷെ എങ്ങനെ പോകും? ഇവിടുന്ന് 8-10 കിലോമീറ്റർ ഉണ്ട്. അതിനല്ലേടാ എന്റെ വണ്ടി. 10 അല്ല 100 കിലോമീറ്റർ ഓടാനുള്ള പെട്രോള് എന്റെ വണ്ടിയിലുണ്ട്. ഷെയർ ഇടറാ. ആ, ഇതാണ് വീട്. അയ്യോ, ഇതാണല്ലേടാ അമ്മയുടെ വീട്. അല്ലല്ലേ ടെൻഷൻ കാരണം. ദൈവമേ. ആ, അല്ലല്ലേ നിന്റെ വണ്ടിയിൽ പെട്രോളില്ലെന്നല്ലേ പറഞ്ഞ? അല്ല, സേവനം എന്ന് പറഞ്ഞിട്ട് സേവനം എന്ത് ചെയ്യാൻ പോകല്ലേ? ഞങ്ങളുടെ രാജ്യത്തല്ലേ. അതല്ലേ അതിന്റെ ഒരു ന്യായം. പിന്നെ അതാണ് ന്യായം. പള്ളും കത്തും കഴിക്കണമെങ്കിൽ ചെറായി പോണം. സഖാവ് അല്ല സഖാവ്, മരുന്ന് മേടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ചല്ല, ഇതാണ് മരുന്ന്. ഓ, ഇത്രയുള്ളോ? അയ്യോ. Yes.